എല്ലാവരും പോവുകയാണ്, എല്ലാവരും നാട് വിടുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ പുറത്തേക്കുള്ള പോക്കിനെ കുറിച്ചാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ USA, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK, ഇപ്പോൾ അതും പോരാഞ്ഞ് ഷെങ്കൻ കൺട്രീസിലേക്ക് വരും. അതായത് കിട്ടുന്ന സ്ഥലം മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റഡി അബ്രോഡ് കമ്പനീസൊക്കെ ലൈക്ക് നെവർ ബിഫോർ എൻക്വയറീസാണ്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള എൻക്വയറീസും സംഭവങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും പുറത്തേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ പുറത്തേക്ക് പോകുന്ന പല സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ് ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഈ അടുത്ത് കണ്ടു. ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്ക് സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം ഞാൻ അറിയിക്കുകയാണ്. കൂടെയുള്ളത് താങ്കളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ AKA ഹംബിൾ മ്യൂസീഷ്യൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു ഹൃദയം ടു ഹൃദയം ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനി തുടങ്ങി എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഇവിടെ ഉണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ഞാൻ ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു മാക്സിമം പോയി ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം വരെയൊക്കെ നിർത്താതെ പോയിട്ടുള്ളതുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നിട്ടുള്ള സംഭവങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവമാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നതിലും നല്ലത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലെ മനസ്സ് തണുപ്പിക്കാനുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, ഓമലേ നീ വരും നാളുമെണ്ണീരുന്നു ഞാൻ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. തെന്നലും മകളികയോ, കുഞ്ഞു തുമ്പി തമ്പുരുമിട്ടിയോ, ഉള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞമന്ദാരമേ. എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി. ആഹാ, എത്ര മനോഹരമായ പാട്ടാണല്ലേ. എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് ഇപ്പം പഠിത്തത്തിൻ്റെയും ജോലിയുടെയും ഭാഗമൊക്കെ ആയിട്ട് എബ്രോഡ് പോയിട്ടുള്ള എല്ലാവരുടെയും അച്ഛനമ്മമാരുടെ ഒരു മാനസികാവസ്ഥ ഏകദേശം ഈ പാട്ട് പോലെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ വീട്ടിൽ നിന്നും ഒരാൾ പോയിട്ടുണ്ട്. എൻ്റെ അനിയൻ കാനഡയിലാണ്. അപ്പോൾ അവിടെ അവനുള്ളപ്പോൾ എപ്പോഴും എനിക്ക് തോന്നും അവന് ഉടനെ നാട്ടിൽ വരാൻ പറ്റിയെങ്കിലും ഒന്ന് കാണാനായിട്ടേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹം വരുമല്ലോ. പക്ഷേ എന്തുകൊണ്ടോ സാഹചര്യം ഇതൊക്കെ കൊണ്ട് നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. താങ്കളും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ബൈ ദ വേ, നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്കൾ കുറച്ച് ടൈം എടുത്ത് ജസ്റ്റ് സ്പോട്ടിഫൈയിലൊക്കെ കേൾക്കുന്നെങ്കിൽ നമ്മുടെ പോഡ്കാസ്റ്റ് ഒന്ന് റേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ യൂട്യൂബിൽ ആണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജസ്റ്റ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എനിക്ക് മോട്ടിവേഷൻ ആവും. നമുക്ക് ഡെയിലി വരണ്ടേ ഇതുപോലെ, അതിനുള്ള മോട്ടിവേഷൻ. എനിവേസ്, കമ്മിങ് ബാക്ക് ടു നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇതിനെ പറ്റി ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ട കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി പുള്ളിയോട് ഡൗട്ട് ചോദിക്കുകയാണ്, എന്താണ് സാർ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതിനെ അതായത് ഒരു മെച്ചപ്പെട്ട ജീവിത രീതി തേടിയാണല്ലോ പലരും പുറത്തേക്ക് വന്നത്, അതെന്താണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞൊരു ഉത്തരം ശരിയാണെന്ന് എനിക്കും തോന്നി. അതായത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചാൽ റിച്ച് ആവുക, അല്ലെങ്കിൽ എന്തിനും പൈസ ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും ലോകത്ത് പലയിടത്തും ഷോസ് ഉണ്ടാവുക, നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാകുക, സ്വീകാര്യത കിട്ടുക, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ നിന്ന് വരുമാനം എല്ലാം ആയിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലയിൽ നിൽക്കുന്നവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിലെ കമൻസ് ആണ് കേട്ടോ. കാര്യം പല ആളുകളും അവരുടെ ഒരു വ്യാഖ്യാനത്തിൽ അവർ എന്താണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കമൻറ്റ്സ് ആക്ച്വലി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ അടുത്തറിയാനൊക്കെ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കമൻറ്റ് കുറച്ച് കോമഡിയാണ്. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയേക്കാണ്, ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് ബുള്ളറ്റ് മാറ്റി പാഷൻ പ്രോ ആക്കിയെന്ന്. അതായത് ബുള്ളറ്റ് ബൈക്ക് മാറ്റി പാഷൻ പ്രോ ആക്കിയെന്ന്. അതെന്തായാലും കൊള്ളാം. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ള കമൻറ്റ് എന്നെ കുറച്ച് ചിന്തിപ്പിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത്, ചുമ്മാ കരണ്ട് പോവാത്ത, റോഡിലെ കുഴിയിൽ വീണ് ജീവൻ പോവാത്ത, ആമയിഴഞ്ചാൻ തോട് പോലെ മലിനമാകാത്ത ഒരു മുനിസിപ്പാലിറ്റിയിലോ വില്ലേജ് ഓഫീസിലോ പോയാൽ അടുത്ത ആഴ്ച വരാൻ പറയാത്ത ഒരു ലിവിങ്, അതാണ് എൻ്റെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇത് ആക്ച്വലി ശരിയാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ പുള്ളി എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. കാര്യം നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണത്. അതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് എന്ന് വെച്ചാൽ, കടമില്ലാതെ ജീവിക്കുക എന്നതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാര്യം നമ്മൾ പലപ്പോഴും, എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ എനിക്ക് ചില മാസങ്ങൾ നല്ല വരുമാനം വരാറുണ്ട്, ചില മാസങ്ങൾ വരുമാനം കുറയാറുണ്ട്. അപ്പം നല്ല വരുമാനം വരുന്ന മാസങ്ങൾ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, അത്യാവശ്യം തട്ടിയും മുട്ടിയും പോകുന്നു. പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, എത്ര പൈസ ഉണ്ടാക്കുന്നോ അത്രയും തന്നെ ചിലവും കൂടി വരികയാണ്. അതായത് ഒരു മാസം ഒരുപാട് പൈസ വരുമ്പോൾ ഞാൻ വിചാരിക്കും അത് ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കുമ്പോഴാണ് പുതിയ ഓരോരോ ചിലവുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ വന്നാലും ചിലപ്പോഴൊക്കെ നമുക്ക് കടം മേടിക്കേണ്ടി വരും നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തുനിന്നെങ്കിലും. പിന്നെ ഇത് തിരിച്ചു കൊടുക്കുന്നവർ, എനിക്ക് പേഴ്സണലി ഭയങ്കര ടെൻഷനാണ് ഇത് തിരിച്ച് കൊടുത്ത് തീർക്കുന്നത്. ഞാൻ ഭയങ്കര റെയറായിട്ട് കടം മേടിക്കാറുള്ളൂ. അതായത് ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും മേടിച്ച് ഞാൻ തിരിച്ചു കൊടുക്കുന്നവരെ ടെൻഷനാണ്. അപ്പോൾ കടമില്ലാതെ ജീവിക്കുക എന്നതും ശരിയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നീടുള്ളൊരു കമൻറ്റാണ്, 3 നേരം ആഹാരം ബ്രാക്കറ്റിൽ മിതമായ സമാധാനമുള്ള കുടുംബം, നാട്ടിലുള്ള ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്ന സാഹചര്യം, ഹാപ്പി. ഇതാണ് ചിലർക്കെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തും. ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഞാനും ഒത്തിരി കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്കുള്ള ചെറിയ സാധനങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നതായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കാം, അല്ലേ? മറ്റൊരു വ്യക്തി എഴുതിയിരിക്കുന്നത്, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ബെറ്റർ എയർ ക്വാളിറ്റി, ബെറ്റർ വാട്ടർ ക്വാളിറ്റി, ബെറ്റർ ഫുഡ് സേഫ്റ്റി, ബെറ്റർ ഹെൽത്ത്, ബെറ്റർ കരിയർ, ബെറ്റർ റിലേഷൻസ്. അതും ശരി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇൻ കൺക്ലൂഷൻ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പലരും ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ട്, ഇപ്പോൾ ചില ജോലികളിൽ അവർ കംഫർട്ടബിളായി പോകും. ഈവൻ തോ ആ ജോലി പേയ്മെൻറ്റ് സാലറി ഒക്കെ കുറവാണെങ്കിലും ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് അവരവിടെ നിന്ന് വളരാതെ അവിടെ തന്നെ ഒതുങ്ങി കൂടി പോകുന്നൊരു സാഹചര്യം ഞാൻ കാണാറുണ്ട്. എപ്പോഴും നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾക്ക്, ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഇന്നൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഉടനെ അടുത്ത് തേടി പോകണമെന്നല്ല, നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട്. ഇപ്പം ഞാനും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവിടുന്ന്
എനിക്ക് തന്നെ തോന്നി എനിക്കിതിൽ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് എൻ്റെ സന്തോഷം. എൻ്റെ മനസ്സങ്ങനെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ കാര്യം ഈ പോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ആൻഡ് നമ്മുടെ സന്തോഷം, ആ പാഷനിൽ നിന്ന് നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റണം എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഞാനത് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ളൊരു മനസ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാനുള്ള ശക്തി, മോട്ടിവേഷനൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം സുഹൃത്തുക്കളെ. അപ്പോൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സ്പോട്ടിഫൈയിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാലും മതി. എനിക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. ദിസ് ഈസ് താങ്കളുടെ സ്വന്തം ഹോസ്റ്റ് കാർത്തിക് കൃഷ്ണൻ സൈനിങ് ഔട്ട് ഫ്രം സിംപ്ലി ഹംബിൾ പോഡ്കാസ്റ്റ്. ടാറ്റ.